ഞങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് തൃശ്ശൂരിലൊരു പഴയ ആഭരണങ്ങൾ വാങ്ങുന്ന കട തുടങ്ങിയിട്ടാണ്. തൃശ്ശൂർ എന്ന് പറയുമ്പോൾ ഗോൾഡിൻ്റെ ഹബ്ബാണ്. പഴയ ആഭരണങ്ങൾ വാങ്ങുന്നത് മുതൽ ഒരു കസ്റ്റമറുടെ കയ്യിലേക്ക് പുതിയ ആഭരണമായി എത്തുന്നവരെയുള്ള എല്ലാ പ്രോസസ്സിങ്ങും തൃശ്ശൂർ നടക്കുന്നുണ്ട്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് പഴയ ആഭരണം വാങ്ങുന്നു, ആസിഡിങ്, കളറിങ്, ഹോൾമാർക്കിംഗ്, ദെൻ പ്രോഡക്റ്റ് ടു കസ്റ്റമർ. 2 കൊല്ലത്തോളം പഴയ ആഭരണങ്ങൾ വാങ്ങുന്ന ബിസിനസ്സുമായി മുന്നോട്ട് പോയി. അതിനുശേഷം മഞ്ഞളി ഹോൾസെയിൽ രംഗത്തേക്ക് കടന്നു. ഹോൾസെയിൽ രംഗത്തേക്ക് കടക്കുക എന്ന് പറയുമ്പോൾ അതിന് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമുണ്ട്. ജ്വല്ലേഴ്സും ഗോൾഡ് സ്മിത്തും അർപ്പിച്ച വിശ്വാസമായിരുന്നു ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ഹോൾസെയിൽ ബിസിനസ് എന്ന് പറയുമ്പോൾ അത് വേറൊരു അനുഭവമാണ്. രാവിലെ മുതൽ വൈകിട്ട് വരെ കടയിൽ നിന്ന് കച്ചവടം ചെയ്യുന്ന ഒരു രീതിയല്ല, ഒട്ടനീളം യാത്രകളായിരുന്നു. പലപ്പോഴും പുലർച്ചെ തിരിച്ചെത്തി രാവിലെ വീണ്ടും പോകേണ്ട അവസ്ഥ. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടിലൂടെയും കഷ്ടപ്പാടിലൂടെയാണ് ഈ ബിസിനസ് ഞങ്ങൾ പടുത്തുയർത്തിയത്. അതെ, മഞ്ഞളിയുടെ തുടക്ക കാലഘട്ടങ്ങൾ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു അനുഭവങ്ങളുടെ പരമ്പര തന്നെയായിരുന്നു. ഇന്നത്തെ പോലെ മൊബൈൽ ഫോണോ അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാത്രി ഒരു 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ടെൻഷനാണ്. ഈ വെയിറ്റും കൊണ്ട് അവർ വരുന്നത് എവിടെ എത്തിയെന്നോ അങ്ങനെ ഒന്നും അറിയാത്ത ഒരു കാലഘട്ടമായിരുന്നു അത്. നമുക്ക് വീട്ടിൽ വന്ന ഒരു ബെല്ലടിക്കുമ്പോഴാണ് അവരെത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഞങ്ങളത് വളരെ വിഷമത്തോടു കൂടി പേടിച്ചിട്ടാണ് കാത്തിരുന്നത്. അന്ന് ഞങ്ങളെടുത്ത എഫേർട്ടും റിസ്ക്കും തന്നെയാണ് മഞ്ഞളിയെ ഇന്ന് ഈ നിലയിൽ എത്തിച്ചിരിക്കുന്നത്. ഇവരുടെ ഈ യാത്രാവേളയിലൊന്നും ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരവസ്ഥ ഞങ്ങൾക്ക് ഒട്ടും തോന്നിയിരുന്നില്ല. ഞങ്ങൾ സഹോദരരെല്ലാവരും അന്ന് ഒരു കുടുംബത്തിലാണ് താമസിച്ചിരുന്നത്. മഞ്ഞളീനെ കുറിച്ച് പ്രത്യേകം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സഹോദരന്മാർ തമ്മിലുള്ള ഒരു ഐക്യം തന്നെയാണ്, ഒരു കൂട്ടായ തീരുമാനങ്ങളും എല്ലാം ഇന്ന് മഞ്ഞളിയെ ഈ നിലയിൽ കൊണ്ടെത്തിച്ച് നിൽക്കുന്നത്. ഈ യാത്രകൾക്കിടയിലാണ് ആറ്റിങ്ങൽ എന്നുള്ള സ്ഥലം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു റീറ്റെയിൽ ബിസിനസ് തുടങ്ങാനുള്ള നല്ല ഒരു സാധ്യത അവിടെ ഞങ്ങൾ കണ്ടു. 1994 ആഗസ്റ്റ് 17 ചിങ്ങം 1 ആറ്റിങ്ങലിൽ മഞ്ഞളി ജ്വല്ലറി പ്രവർത്തനം ആരംഭിക്കുന്നത്. തൃശ്ശൂർ ഫാഷൻ ജ്വല്ലറി എന്നുള്ള പേരിൽ ആരംഭിച്ച മഞ്ഞളി ജ്വല്ലറി വെറും 400 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ചെറിയ സ്ഥാപനമായിട്ടാണ് ആദ്യകാലത്ത് പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് പല ഘട്ടങ്ങളിലായി വ്യാപ്തി വരുത്തി ഇന്ന് 4000 സ്ക്വയർ ഫീറ്റ് വരുന്ന ആറ്റിങ്ങലിലെ ഏറ്റവും വലിയ സ്ഥാപനമായി നിലകൊള്ളുകയാണ്. പ്രവാസികൾ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സ്ഥലമാണ് ആറ്റിങ്ങൽ മേഖല. അപ്പോൾ ഗൾഫ് സ്വർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ക്വാളിറ്റി വ്യത്യാസം ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അത് ശരി തന്നെയായിരുന്നു. ഞങ്ങൾ ആലോചിച്ചു എന്തുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൂടാ. അങ്ങനെയുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഞങ്ങൾ 1998 ഞങ്ങളുടെ സ്ഥാപനം 916 ജ്വല്ലറിയാക്കി മാറ്റി. തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ആദ്യത്തെ 916 ജ്വല്ലറിയാണ് മഞ്ഞളി ജ്വല്ലറി. അന്ന് ഞങ്ങൾക്ക് മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് പല പ്രതിബന്ധങ്ങളും ഞങ്ങൾ ഈ ഒരു ക്വാളിറ്റി കൺവെർഷൻ നടത്തുന്ന സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടായി. എന്നിരുന്നാലും ഞങ്ങൾ ക്വാളിറ്റിയിൽ അന്ന് മുതൽ തൊട്ട് ഞങ്ങൾ ഒരു വിട്ടുവീഴ്ച ഞങ്ങൾ ഒരിക്കലും ചെയ്യാറില്ല. ആ കാലഘട്ടത്തിൽ ആറ്റിങ്ങലിൽ നിലവിലുള്ള ജ്വല്ലറികളിൽ കേരള ഡിസൈൻസ് മാത്രമേ അവൈലബിൾ ആയിരുന്നുള്ളൂ. ഞങ്ങൾ ഹോൾസെയിൽ മേഖലയിൽ നിന്നുള്ളവരായിരുന്നത് കൊണ്ട് കേരളത്തിൽ നിന്ന് പുറത്ത്, ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്ന ഡിസൈനാണ് ചെട്ടിനാട് കളക്ഷൻസ്. അതുപോലെ നോർത്തിൽ പോയാൽ ആൻറ്റിക് കളക്ഷൻ, കൽക്കത്ത കളക്ഷൻ. അതുപോലെ നമ്മൾ ഇന്ത്യക്ക് വെളിയിൽ പോയി കഴിഞ്ഞാൽ പലതരം ഡിസൈനുകൾ, ഇറ്റാലിയൻ കളക്ഷൻ, സിംഗപ്പൂർ കളക്ഷൻ, ടർക്കിഷ് കളക്ഷൻ, ഇതെല്ലാം തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഷോറൂമിൽ എത്തിക്കാനായിട്ട് സാധിച്ചു. അന്ന് തൃശ്ശൂർ ഫാഷൻ ജ്വല്ലറി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സമയത്ത് മഞ്ഞളിയുടെ ലോഗോ എന്ന് പറയുന്നത് ഒരു കൊച്ചുകുട്ടിയുടെ പുഞ്ചിരിക്കുന്ന മുഖമായിരുന്നു. ഇന്നും ആറ്റിങ്ങൽ നിവാസികളുടെ മനസ്സിൽ പതിഞ്ഞ മുഖമാണത്. അക്കാലത്ത് പരസ്യം ചെയ്യുന്ന രീതി ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു. നമുക്ക് അന്ന് ഫേസ്ബുക്ക് ഇല്ല, ഇൻസ്റ്റാഗ്രാം ഇല്ല, അതുപോലുള്ള പല മാധ്യമങ്ങളും അന്ന് നമുക്കില്ല. അന്ന് നമുക്ക് അവൈലബിൾ ആയിരുന്നത് പത്രത്തിൽ പരസ്യം ചെയ്യാം, മതിലെഴുതാം, പിന്നെ നമുക്ക് ബാനർ വയ്ക്കാം. ഇതൊക്കെയായിരുന്നു അന്ന് നമുക്ക് പരസ്യം ചെയ്യാനായിട്ടുള്ള രീതികളുണ്ടായിരുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു കലാകാരൻ വരച്ച ചിത്രം ഫേസ്ബുക്കിലൂടെ ഞാൻ കാണാനിടയായി. ആ ചിത്രം എന്ന് പറയുന്നത് ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരു സ്ത്രീ നടന്നു പോകുന്നതാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ നോക്കിയപ്പോൾ അവിടെയുണ്ട് മഞ്ഞളി. ആ കലാകാരൻ അറിയാതെ അവിടെ മഞ്ഞളി എഴുതി വെച്ചിട്ടുണ്ട്. അതിനർത്ഥം മഞ്ഞളി അത്രമേൽ ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. ആറ്റിങ്ങലിന് ശേഷം തൃശ്ശൂരും പാലക്കാടും കടമ്പഴിപ്പുറത്തും കൊഴിഞ്ഞാമ്പാറയും ഞങ്ങൾ ഷോറൂമുകൾ തുടങ്ങുകയുണ്ടായി. ആറ്റിങ്ങലിലെ ജനങ്ങൾ ഞങ്ങളെ എങ്ങനെയാണ് സ്വീകരിച്ചത്, ആ സ്വീകാര്യത തന്നെ ഞങ്ങൾക്ക് ഈ സ്ഥലങ്ങളിൽ ലഭിച്ചു. ഈ പാരമ്പര്യം ഇന്ന് അതേ വിശ്വസ്തയോടും മൂല്യത്തോടും കൂടെ ഞങ്ങളുടെ 2ാം തലമുറ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. 34 വർഷങ്ങൾ പിന്നിടുന്ന ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത് ജനങ്ങളോട് മാത്രമല്ല,
ഈ ജനങ്ങളെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ സ്വീകരിച്ച മഞ്ഞളിയിലെ ഓരോ ജീവനക്കാരോടും കൂടെയാണ്. ഇനി മഞ്ഞളി ഒരു പുതിയ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്രീ പത്മനാഭസ്വാമിയുടെ മണ്ണായ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തിലേക്ക് മഞ്ഞളിയുടെ പുതിയ ഷോറൂം ആരംഭിക്കുകയാണ്.